ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സാലഡാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ ഒണിയൻ, ടൊമാറ്റോ, പിന്നെ പച്ചമുളകും തൈരും ഒക്കെ ഉപയോഗിച്ചുള്ള സാലഡാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. വളരെ ഹെൽത്തി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇന്ന് നമ്മൾ സാലഡ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മൾ റോ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് പുറത്ത് തൊലിയൊക്കെ ക്യാരറ്റിൻ്റെ ഒക്കെ ഒന്ന് പീൽ ചെയ്ത് കളയണം. നമുക്ക് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിയണം. മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. അളവ് പറയാനാണെങ്കിൽ നമ്മൾ 1 കപ്പ് പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുനുകുനെ ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ 1/2 കപ്പ് തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ക്യാബേജും 1/2 കപ്പ്. പിന്നെ 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ട 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഷുഗർ 1.5 ടേബിൾ സ്പൂൺ, സോൾട്ട് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ആദ്യം തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, ഇതിപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 3/4 ടീസ്പൂൺ വരെയൊക്കെ ഇടാം. ചെറിയ സ്പൂണിനാണ് നമ്മൾ ടീസ്പൂൺ എന്ന് പറയുന്നത്. വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ക്രീമി ആക്കുക. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള തിക്ക് ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിത് വേണ്ടിയത്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. 1 പിടി മതി. ഒരുപാടായാൽ അതിൻ്റെ ഫ്ലേവർ മുന്നോട്ട് നിൽക്കും, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. 1 പിടി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് മിക്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പും പഞ്ചസാരയും ചേർക്കാനുണ്ട്. നമ്മൾ ഇത് സെർവ് ചെയ്യുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ ഉപ്പും പഞ്ചസാരയും ചേർത്താൽ മതിയാവുന്നതാണ്. കുറേ നേരം 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോഴേ ചേർത്ത് വെക്കേണ്ട. സാലഡ് വാട്ടറി ആയിട്ട് പോവും. ഒരു 1/2 മണിക്കൂർ മുന്നേ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 1.5 ടേബിൾ സ്പൂൺ ഷുഗറുമാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന തൈര് തീരെ പുളിയില്ലാത്ത തൈരാണ്. അതിന് 1.5 ടേബിൾ സ്പൂൺ ഷുഗർ മതിയാവും. പുളി ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഷുഗർ ഇടാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. 1/2 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഒരുപാട് നേരം ഈ ഷുഗറും സോൾട്ടും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സാലഡ് കുറച്ച് ലൂസായിട്ട് പോവും. അങ്ങനെ വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് ഒക്കെ ഇട്ട് സെർവ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സാലഡ് റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കിടിലൻ റെസിപ്പീസ് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഒരു നല്ല റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടുന്നതാണ്. നമ്മുടെ ചാനലിൽ റെസിപ്പീസിനെ കൂടാതെ ബ്യൂട്ടി ടിപ്സും ഗാർഡൻ ടിപ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.